നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം. എന്തുകൊണ്ടാണ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഈ അപ്ഡേറ്റ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലെവൽസ് ഉപയോഗിച്ച് പലപ്പോഴും പലർക്കും ട്രേഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഈ ഒരു സപ്പോർട്ട് ഇനി എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ സമയം 10:08 ആണ്, 10:08 അപ്പോൾ 10:08 ഒരു ഇത് 15 മിനിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇൻട്രാഡേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് 15 മിനിറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 308 എന്ന് പറയുന്ന ലെവൽ ഭയങ്കര ക്രൂഷ്യൽ സപ്പോർട്ടാണ് മാർക്കറ്റ് എന്നുള്ളതും മാർക്കറ്റ് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് 308 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു ചെറിയ ഡിപ്പ് വന്നു. അത് ഒരു വെരി ഷോർട്ട് ടേമിലെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഷാഡോസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ആർലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്താ കാണുന്നത്? ഒരു ഷാഡോയാണ് കാണുന്നത്. 308 എന്താ നിൽക്കുന്നത്? 308 നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ 15 മിനിറ്റിൽ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഓക്കെ 15 മിനിറ്റിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ എവിടേക്ക് വന്നേക്കുന്നത്, ഇവിടെ താഴോട്ട് വന്നിട്ട് 15 മിനിറ്റിൻ്റെ ഷോർട്ട് ടേം സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തേക്കുവാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, 1 hour ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ? 15 മിനിറ്റിലെ ഷോർട്ട് ടേം ടൈം സൈക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത ലെവലാണ് 22,268. ഈ ലെവൽ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യുന്ന ലെവലായിട്ട് നിൽക്കുകയാണ്. അതായത് 15 മിനിറ്റിലെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി മാർക്കറ്റ് ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ ഐ ഗോ അഹെഡ്, ക്യാൻ ഐ മൂവ് അഹെഡ്, ക്യാൻ ഐ ഗോ അപ്പ്? അതാണ് മാർക്കറ്റ് ആലോചിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ലെവൽസ് അപ്പോഴും ആലോചിച്ച് വെച്ചേക്കുക. എത്രയാണ്? 308ഉം 356ഉം ആണെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോഴും മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്? 350യുടെ അടുത്ത്. 308, 348, 358. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 358നെ മാർക്കറ്റ് എന്തായിട്ട് എടുത്തേക്കുന്നത്? ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുത്തേക്കുന്നത്. അതായത് ലോങ് ടൈം ഫ്രെയിമില് 358നെ എന്തായിട്ട് എടുത്തേക്കുന്നത്? റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി എങ്ങനെയാ ട്രേഡ് ചെയ്യേണ്ടത്? 358നെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. സോ വാട്ട് ഷുഡ് ഐ ഡു? ഞാനാണെങ്കിൽ 358 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നെങ്കിൽ ഐ വിൽ ബി ഹോൾഡിങ് മൈസെൽഫ് നെഗറ്റീവ് ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, ആ 358 എനിക്ക് എന്തായിട്ട് കണക്കാക്കാം? എനിക്ക് എന്തായിട്ട് നിൽക്കാം? അവിടെ എനിക്ക് നെഗറ്റീവ് വ്യൂവിൽ നിൽക്കാം. ഓക്കെ, എപ്പോഴാണ് എൻ്റെ നെഗറ്റീവ് വ്യൂ ചേഞ്ച് ആവേണ്ടത്? നെഗറ്റീവ് വ്യൂ ചേഞ്ച് ആവുന്നതിന് രണ്ട് ടൈം ഫ്രെയിം ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ടൈം ഫ്രെയിം. ഷോർട്ട് ടേം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് തന്നെ നിങ്ങൾ എടുത്തു. 437 മുകളിൽ, അതായത് 22,437 മുകളിൽ ഒരു 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 15 മിനിറ്റ്സ് ക്ലോസിങ് നിങ്ങൾക്ക് കിട്ടുവാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ എന്നർത്ഥം. എന്താണ്? മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ഓൺലി ഇഫ്, അതായത് ഇൻട്രാഡേയിൽ, ഞാൻ പൊസിഷൻ അല്ല പറയുന്ന, ഇൻട്രാഡേയിൽ മാർക്കറ്റ് സ്ട്രെങ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കടമ്പ കടക്കേണ്ടവരുണ്ട്. ആ കടക്കേണ്ട കടമ്പയാണ് എന്തെന്ന് പറയുന്നത്? 437. ആ 437 മുകളിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാർക്കറ്റിന് സ്ട്രെങ്ത് കിട്ടുള്ളൂ, സ്ട്രോങ് ആവുള്ളൂ. അപ്പോഴെന്താ പറ്റുക? 437 കടക്കാൻ പറ്റിയില്ല എങ്കിൽ, ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ബിലോ 437, യു ക്യാൻ സ്റ്റിൽ ഷോർട്ട് ദ മാർക്കറ്റ്. ഇപ്പോഴും എന്ത് ചെയ്യാം? മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാം. ദർ ഈസ് നത്തിങ് റോങ്. ഇൻട്രാഡേ പോലും ദർ ഈസ് നത്തിങ് റോങ്. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് താഴോട്ട് തന്നെ പോകുന്നതെന്ന് എൻഷുർ ചെയ്യുന്നത്? മാർക്കറ്റ് ഇനിയും ഒരു വട്ടവും കൂടെ വന്നിട്ട് 308 എന്ന് പറയുന്ന ലെവല് കട്ട് ചെയ്തിട്ട് താഴോട്ട് വന്ന് 268 കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് 131 എന്ന് പറയുന്ന അടുത്ത ലെവലിലേക്ക് വരും. ഇന്ന് മിക്കവാറും മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലെവലാണിത്. 131 സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ആ വീക്ക്നെസ് ഉണ്ട് എങ്കിൽ 131ലേക്കും 131 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 22 വാട്ടർഫോൾ. ഇതുവരെയായിട്ടും വാട്ടർഫോൾ ആക്ടിവേറ്റ് ചെയ്യാത്തതിന് കാരണം എന്താ? ആർലിയിൽ വി ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് ക്ലോസ് ഓവർ ഹിയർ. ഓക്കെ,
അതുകൊണ്ടാണ് നമുക്ക് എന്ത് വാട്ടർഫോള് ആക്ടിവേറ്റ് ആവാത്തത്. വാട്ടർഫോൾ ആക്ടിവേറ്റ് ആവുന്ന എപ്പോഴാണ്? ആർലിയിൽ നമുക്കാണെങ്കിൽ 308 താഴെ ക്ലോസിങ് കിട്ടുമ്പോഴാണ്. അത് അറ്റ്ലീസ്റ്റ് നമ്മൾ നമുക്കാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എൻഷുർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 220 ടു 268 താഴെ കൂടെ പോവുകയാണെങ്കിൽ ഷോർട്ട് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് 131 അതേപോലെ ഭയങ്കര ലോ ലെവൽസിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇൻ എ നട്ട്ഷെൽ ചുരുക്കി പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ, നിങ്ങൾ ഷോർട്ട് ചെയ്യുവാണെങ്കിൽ 22,437 ഇൻട്രാഡേ ആണ്. 22,437 എന്ന് പറയുന്ന ലെവൽ നോക്കുക. ആ ലെവലിന് താഴെയാണോ മാർക്കറ്റ്, സ്റ്റേ നെഗറ്റീവ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്തായിട്ട് നിൽക്കുക? നെഗറ്റീവായിട്ട് തന്നെ നിൽക്കുക. എന്നിട്ട് 308 താഴെ വീണ്ടും പോകുമ്പോഴത്തേക്കിന് വി ആർ കൺഫേമിങ് അവർ നെഗറ്റിവിറ്റി ഫോർ നെഗറ്റിവിറ്റി ഇൻ ദ സെൻസ് നമ്മുടെ നെഗറ്റിവിറ്റി അല്ല, മാർക്കറ്റിൽ നെഗറ്റിവിറ്റി. മാർക്കറ്റിൽ നെഗറ്റീവാണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് താഴേക്കാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? കൺഫേം ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് താഴേക്കാണെന്ന് കൺഫേം ചെയ്യുന്നു. അതിൻ്റെ അത് ശരിക്കും ആക്ടിവേറ്റ് ആവുന്നത് 268 ഒരു വട്ടം കൂടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. 268 ഒരു ചെറിയ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അപ്പോൾ അത് ഒരു വട്ടം കൂടെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കിന് 131 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോഴും നമ്മുടെ 15 മിനിറ്റ്സ് ക്ലോസ് ചെയ്തു. അത് 10:15 ആയ ടൈം എവിടെയാണ് നിൽക്കുന്നത്? 22,356 22,358 ഏതാണ് ലെവല്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ലെവൽ. ഓക്കെ, മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യുന്ന രണ്ട് ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. 22,308 22,356. 356 എന്ന 8 ആണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത്ര ക്രൂഷ്യലാണ് ഈ രണ്ട് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മാർക്കറ്റ് സപ്പോർട്ടായിട്ടാണ് അവർ ബിസിനസ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി വാച്ച് ഔട്ട് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ലെവൽസ് കൂടാതെ വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു ലെവൽ കൂടെയുണ്ട്. ഇപ്പോൾ ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് മനസ്സിലായത് ഏതാണ്? 437. 437 താഴെ, as long as market is below 437, stay negative in the market and you can aim for even